ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് hydroxylation of alkenes or cis hydroxylation. Hydroxylation of alkene means the addition of two hydroxyl groups or OH groups, okay, hydroxyl group or OH groups to a doubly bonded carbon atom of an alkene. This is called as cis hydroxylation, that is addition of OH2 group to the doubly bonded carbon atoms of an alkene to give a vicinal diol. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കീൻ, വി ഹാവ് ആൻ ആൽക്കീൻ. ഓക്കെ, ഈ ആൽക്കീനിലേക്ക് എന്ത് ആഡ് ചെയ്യപ്പെടും? രണ്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽക്കീനിലെ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടാകും. ഈ രണ്ട് ഡബിൾ ബോണ്ടഡ് കാർബണാറ്റങ്ങളിലേക്കും ഓരോ OH ഗ്രൂപ്പുകൾ വന്ന് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഈ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രോക്സിലേഷൻ ഓഫ് ആൽക്കീൻ ഓർ സിസ് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സിസ് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയാനുള്ള കാരണം ദിസ് OH ഗ്രൂപ്പ് ഈസ് ആഡഡ് ടു ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പം ഡബിൾ ബോണ്ടിൻ്റെ ഒരേ സൈഡിലേക്കാണ് രണ്ട് OH ഗ്രൂപ്പുകളും ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സിസ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്, അഥവാ സിസ് ഹൈഡ്രോക്സിലേഷൻ എന്നതിനെ പറയുന്നത്. സോ വാട്ട് ഈസ് hydroxylation of alkene? The addition of OH groups to the doubly bonded carbon atoms of the double bond of an alkene to form 1,2-diol or vicinal diol, okay, or vicinal glycol എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, 1,2-diol or it is 1,2-diol or vicinal glycol എന്നൊക്കെ നമുക്കിതിനെ പറയാം അല്ലേ. അപ്പം ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സിസ് ഹൈഡ്രോക്സിലേഷൻ ബിക്കോസ് the OH groups are to the same side of the double bond. ഇനി എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിസിനൽ ഡയോൾ അല്ലെങ്കിൽ വിസിനൽ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ 1,2-ഡയോൾ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ റിയാക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ടു റിയേജൻസ്. ഒന്നെന്ന് പറയുന്നത് KMnO4 അല്ലെങ്കിൽ ഓസ്മിയം ടെട്രാഓക്സൈഡ്, KMnO4. വാട്ട് ഈസ് ദാറ്റ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഓസ്മിയം tetraoxide, OSO4. The alkene can be converted to 1,2-diol or vicinal diol either by KMnO4 or by osmium tetroxide. When you are using KMnO4, usually we are using this reaction in cold basic solution. Okay, so KMnO4 in a cold basic solution, or by using osmium tetroxide. These compounds, ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ടിലും അല്ലേ, ഇവിടെയുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? ഇതിനകത്തുള്ള മെറ്റൽ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്, ഇതിനകത്തുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഓസ്മിയമാണ് അല്ലേ. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഇതിനകത്ത് +7 ആണ് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മാംഗനീസ് ഈസ് ഇൻ ദ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓസ്മിയം ഈസ് ഇൻ ദ +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? മാംഗനീസ് +7ഉം ഓസ്മിയം +8ഉം ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സി, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പം ഓക്സിജൻ്റെ വകയായിട്ട് എത്രയുണ്ട്? ഓക്സിജൻ്റെ വകയായിട്ട് -2 × 4 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു -8. പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് K അല്ലേ, അതിൻ്റെ +1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം -8 + 1, -8 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ട്? -7 ആണ്. അപ്പം മാംഗനീസ് ഒഴിച്ചുള്ള ബാക്കിയുള്ളവരുടെ കൂടെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -7 ആണ്. അപ്പം ഇത് കോമ്പൗണ്ട് മൊത്തത്തിൽ ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കണം? മാംഗനീസ് ഷുഡ് ബി ഇൻ ദ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു ദ സെയിം കാൽക്കുലേഷൻ ഹിയർ ആൾസോ. ഓക്സിജൻ്റെ എല്ലാം കൂടെ -8, അതുകൊണ്ട് ഓസ്മിയത്തിൻ്റെ എത്ര ആവണം? +8 ആകണം. അപ്പോൾ മാംഗനീസും ഓക്സിജനും അല്ല ഓസ്മിയവും +7 ആൻഡ് +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ
ഈ +7 അല്ലെങ്കിൽ +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത് വെരി ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം ഈ ഓക്സിഡേഷൻ ശരിക്കുന്ന ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുന്ന ഈ കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ മെറ്റൽസ്, ഈ കോംപ്ലക്സിലുള്ള ഈ മെറ്റൽസിൻ്റെ പ്രത്യേകത, ദേ ക്യാൻ അട്രാക്ട് ദ പൈ ഇലക്ട്രോൺസ് ഓഫ് ദ അൽക്കീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അവർക്ക് പൈ ഇലക്ട്രോൺസ്, ആൽക്കീൻ്റെ ഈ റിച്ച് പൈ ഇലക്ട്രോൺ ക്ലൗഡിനെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയും, ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ദ വെരി ഹൈ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ റിയാക്ഷൻ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സി, വി ആർ യൂസിങ് ആൻ ആൽക്കീൻ. പെർഫെക്റ്റ് എക്സാമ്പിൾ ഈ സൈക്ലോപെൻറ്റീൻ. ഓക്കെ, സൈക്ലോപെൻറ്റീൻ. സി, ദിസ് ഈസ് എ സൈക്ലിക് കോമ്പൗണ്ട്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? പെൻറ്റീൻ. 5 കാർബൺ ആറ്റമുള്ള ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്, സൈക്ലിക് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേരെന്താണ്? സൈക്ലോപെൻറ്റീൻ. സൈക്ലോപെൻറ്റീൻ. ഓക്കെ, ഈ കാർബണാറ്റത്തിൽ, ഈ ഡബ്ലി ബോണ്ടഡ് കാർബണാറ്റത്തിൽ ഹൈഡ്രജൻസ് കൂടി ഇരിപ്പുണ്ട്. അതുകൂടെ ഞാൻ പ്രത്യേകം വരച്ച് കാണിക്കുകയാണേ. ഇവിടെയൊക്കെ 2 ഹൈഡ്രജൻ വെച്ചുണ്ട്, ഇതിനകത്തൊക്കെ 2 ഹൈഡ്രജൻ വെച്ചുണ്ട്. ബട്ട് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് സൈക്ലോപെൻറ്റീൻ. ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ MnO4- അയോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. MnO4-. എങ്ങനെ എഴുതാം? ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ദെൻ ഡബിൾ ബോണ്ട് O, ഇപ്പോൾ MnO3 ആയി അല്ലേ. ദെൻ MnO4-. ദിസ് ഈസ് MnO4-. ഓക്കെ, ഇതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിയോളൂ. സി, ഇവിടുത്തെ ഡബിൾ ബോണ്ട് പൈ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു, മാംഗനീസ് എടുത്തോട്ട് പോകുന്നു. ദെൻ ഈ ബോണ്ട് ബ്രേക്ക് ആയതിനു ശേഷം ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സി, നമുക്ക് ആ സൈക്കിൾ ആദ്യം അങ്ങ് വരയ്ക്കാം. അവിടെ മാറ്റമൊന്നുമില്ലല്ലോ, ഇത്രയും ഭാഗത്ത് യാതൊരു മാറ്റവുമില്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്, അത് നമുക്ക് വരയ്ക്കാം. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്കായി. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയതിനു ശേഷം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഈ ഇലക്ട്രോൺ ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണല്ലേ. ഈ ഇലക്ട്രോൺ ഇവിടുത്തെ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും? ഓക്കെ, ഓക്സിജൻ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ദെൻ മാംഗനീസ്. ഓക്കെ, മാംഗനീസിൽ ഇനി ഡബിൾ ബോണ്ട് O ഉണ്ട്, O- ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ എവിടെ മാറ്റമുള്ളത്? സി, ഈ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആകുന്നു അല്ലേ. ഓക്സിജൻ സിംഗിൾ ബോണ്ട് ആകുന്നു. എന്നിട്ട് അത് ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? ഇവിടുത്തെ കാർബൺ ആറ്റവുമായിട്ട് അല്ലേ. ഇത് കാർബൺ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്യും. ഇനി ഇവിടെ 2 ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മാംഗനീസിലിരിക്കുന്ന 2 ഓക്സിജൻ ആറ്റംസ്, അത് രണ്ടും ഈ ഡബിൾ ബോണ്ടിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ഒക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ മാംഗനീസിലെ 2 ഓക്സിജൻ ആറ്റം ഒന്നുകിൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഈ മുകൾ വശത്തൂടെ അറ്റാക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ താഴ്വശത്തൂടെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ കൂടെയാണ് എപ്പോഴും അറ്റാക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? ഈ കോമ്പൗണ്ട് എന്ന് ആദ്യം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരുന്നു ഇവിടെ, അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയി കഴിഞ്ഞു. sp3 ഹൈബ്രിഡൈസ്ഡ് ആയ ശേഷം ഈ 2 പുതുതായി ഉണ്ടാകുന്ന ഓക്സിജനിലേക്കുള്ള ബോണ്ടുകളും ഒരേ സൈഡിലേക്കായിരിക്കും ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ 2 ഹൈഡ്രജനുകളും പുറകിലേക്ക്, ഇത് മുമ്പിലോട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ബോൾഡഡ് ആയിട്ടുള്ള ബോണ്ട് കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ 2 ഓക്സിജനും ഈ കാർബൺ ആറ്റത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ കാർബൺ ആറ്റം ബോർഡിൻ്റെ പ്ലെയിനിലിരിക്കുന്നു, ഈ കാർബൺ ആറ്റം ബോർഡിൻ്റെ പ്ലെയിനിലിരിക്കുന്നു. ഈ ഓക്സിജനും ബോർഡിൻ്റെ പ്ലെയിനിലല്ല, നമ്മുടെ ബോർഡിൻ്റെ പ്ലെയിനിന് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മളോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് ഈ 2 ഓക്സിജനും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനുകളോ അത് ബോർഡിൻ്റെ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകും. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സൈസ് ബോണ്ടാണ് വരച്ച് കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ഡാഷ്ഡ് ആയിട്ടുള്ള ബോണ്ടാണ്.
ഇത് ഹൈഡ്രജൻ്റെ ബോണ്ടാണ്. ഇവിടെയും അതുപോലെ. മീൻസ് അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ ബോർഡിൻ്റെ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബോർഡിൻ്റെ പ്ലെയിനിലിരിക്കുന്നത് ആരൊക്കെയാ? ഈ കാർബൺ ബോർഡിൻ്റെ പ്ലെയിനിലാണ്. ഈ കാർബണും തമ്മിലുള്ള ബോണ്ട് ബോർഡിൻ്റെ പ്ലെയിനിലാണ്. ഈ കാർബണും തമ്മിലുള്ള ബോണ്ടും ബോർഡിൻ്റെ പ്ലെയിനിലാണ്. പക്ഷേ ഈ ഓക്സിജനോ ബോണ്ടിൻ്റെ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഈ ഓക്സിജനാണ്. എന്നാൽ ഈ ഹൈഡ്രജൻ ബോർഡിൻ്റെ പ്ലെയിനിൻ്റെ ബാക്കിലാണ്. നമ്മളുമായിട്ട് ഏറ്റവും അകലെ ഇരിക്കുന്നത് ഈ ഹൈഡ്രജനാണ്. ഇതൊരു ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇതാണ് ഈ സ്ട്രക്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഈസ് എ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഈ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ഷിഫ്റ്റ് മൂലമാണ് ഈ ഒരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ മാംഗനീസ് എന്ന് പറയുന്നത് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് മൂവ്മെൻറ്റിനെ അത് ഫേവർ ചെയ്യും. കണ്ടോ, ഇവിടുത്തെ പൈ ഇലക്ട്രോൺസ് ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ ഈ കാർബണിലൂടെ ഈ ഓക്സിജൻ്റെ സൈഡിലേക്ക് വരുന്നു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓക്സിജനും മാംഗനീസും തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ മാംഗനീസിലേക്ക് പോയി. ആ സമയത്ത് ഇവിടുത്തെ ഓക്സിജനും കാർബണും തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിലേക്ക് അതിൻ്റെ ഇലക്ട്രോൺ പെയർ ഈ ഓക്സിജൻ്റെയും കാർബണിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഓക്സിജൻ ആറ്റംസ് കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡിലേക്കാണ് ഡെലിവറി ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിൻ അഡിഷൻ ആണ് സംഭവിക്കുന്നത്. സിൻ അഡിഷൻ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി അല്ലേ? സിൻ അഡിഷൻ മീൻസ് both oxygen atoms are added to the same side of the double bond. Okay, it's a sin addition. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ഈ ഉണ്ടായ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഉണ്ടല്ലോ, ആ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഹൈഡ്രോളിസിന് വിധേയമാകും. നമുക്ക് എങ്ങനെയാണെന്ന് എഴുതി നോക്കാം. ഐ ആം ഡ്രോയിങ് ദി സ്ട്രക്ചർ അഗെയിൻ. ഓക്കെ, ഓക്സിജൻ manganese, then O minus and double bond O, then hydrogen here, hydrogen. Okay, this is a cyclic intermediate. ഈ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഇനി ഹൈഡ്രോളിസിന് വിധേയമാകും. ഓക്കെ, ഹൈഡ്രോളിസിന് വിധേയമായി ആൻഡ് ഈ രണ്ട് ബോണ്ടുകളും ബ്രേക്ക് ചെയ്ത് രണ്ട് OH ഗ്രൂപ്പുകൾ ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സി വി വിൽ ഗെറ്റ് ദിസ് കോമ്പൗണ്ട്. വി ക്യാൻ ഡ്രോ ദ സൈക്കിൾ ആസ് സച്ച്. ഓക്കെ, ദെൻ വി ഗെറ്റ് OH ഹിയർ, OH and here also we get an OH and hydrogens towards the back side. Okay, and then we get MnO3 minus. See, this is what is happening. Okay, അപ്പോൾ ഇതൊരു cis 1,2 cyclopentane diol ആണ്. സിസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? രണ്ട് OHും ഒരേ സൈഡിലാണ് ഇരിക്കുന്നത്. സിസ് 1,2 എന്ന് വിളിക്കാനുള്ള കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസിലാണ് അതിരിക്കുന്നത് അല്ലേ? 1,2 cyclopentane diol. ഓക്കെ, സൈക്ലോപെൻറ്റേൻ ഡയോൾ, ഇതാണ് ഈ കോമ്പൗണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഈ കോമ്പൗണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? സൈക്ലോപെൻറ്റേനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സൈക്ലോപെൻറ്റേനിലെ ഡബിൾ ബോണ്ടിലേക്ക് രണ്ട് OH ഗ്രൂപ്പുകൾ ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ ദിസ് ഈസ് എ സിസ് ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻ. ആൻഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ MnO4 മൈനസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തീർച്ചയായിട്ടും സിൻ അഡിഷൻ നടന്നേ ഒക്കത്തുള്ളൂ അല്ലേ? സിൻ അഡിഷൻ മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഒരു സിംഗിൾ മോളിക്യൂളിൽ നിന്നാണ് രണ്ട് ഓക്സിജൻ ആറ്റവും ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പം എപ്പോഴും സിൻ അഡിഷൻ മാത്രമേ ഇവിടെ നടക്കാൻ ഒക്കത്തുള്ളൂ.
ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യപ്പെടാൻ ഒക്കില്ല രണ്ട് ഓക്സിജൻ ആറ്റംസ്. സോ സിൻ അഡീഷൻ ഈസ് നെസസറി, അത് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന എന്തായിരിക്കും, സിസ് 1,2 ഡയോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സിസ് 1,2 ഡയോളിനുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. സ്റ്റീരിയോ സ്പെസിഫിക്, ഇറ്റ് ഈസ് നോട്ട് സ്റ്റീരിയോ സെലക്റ്റീവ് ബട്ട് ഇറ്റ് ഈസ് സ്റ്റീരിയോ സ്പെസിഫിക്. സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഐസോമറിനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ, അല്ലേ? രണ്ടെണ്ണത്തിനിടയിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള അവസരമില്ല. ഇവിടെ ആകെ കൂടി ഒരു ഐസോമറിനുള്ള അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ കിട്ടാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദിസ് ഈസ് ഓൾവേസ് സ്റ്റീരിയോ സ്പെസിഫിക്. ഓക്കെ, ഇനി സിസ് ഹൈഡ്രോക്സിലേഷൻ യൂസിങ് OSO4 നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ മെക്കാനിസം. OSO4ൻ്റെ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് അതിനകത്ത് സൈക്ലോഹെക്സീൻ എടുക്കാം ആ കേസിൽ. ഓക്കെ, സൈക്ലോഹെക്സീൻ, ദിസ് ഈസ് സൈക്ലോഹെക്സീൻ. അപ്പോൾ ഇതിനകത്തുമുണ്ട് ഹൈഡ്രജൻസ്. ഇത് OSO4 റിയാക്ട് ചെയ്യുന്നു. ഓസ്മിയം ടെട്രാ ഓക്സൈഡ്, OSO4 റിയാക്ട് ചെയ്യുന്നു, ഓസ്മിയം ടെട്രാ ഓക്സൈഡ്. ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അല്ലേ? ഈ ഓക്സിജൻ ആറ്റത്തിലേക്ക് പോകുന്നു. ഇവിടുത്തെ ഇത് ഓസ്മിയത്തിലേക്ക് പോകുന്നു. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിലേക്കാണ് അറ്റാക്ക് സംഭവിക്കുന്നത്, അല്ലേ? നമ്മൾ മാംഗനീസ് MnO4- പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ റിയാക്ഷൻ സംഭവിക്കുന്നത്. സോ വി വിൽ ഗെറ്റ് ദിസ് കോമ്പൗണ്ട്. ആദ്യം നമ്മൾ സൈക്കിൾ അതുപോലെ തന്നെ വരയ്ക്കുന്നു, അല്ലേ? ദെൻ വി ഹാവ് ദ ഓക്സിജൻസ് ഇൻ ദ സെയിം സൈറ്റ്, അല്ലേ? ഇവിടെ തന്നെയാണ് ഓക്സിജൻ, രണ്ട് ഓക്സിജനും ഇവിടെ തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് osmium. Okay, then we have double bond O and double bond O. Okay, then hydrogens will be in the back side of the bond, അല്ലേ? ഇങ്ങനെയാണ് ഹൈഡ്രജൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. അതിനുശേഷം ഇതിന് ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നു, അല്ലേ? ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൈഡ്രോളിസിസ് H2O ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഓസ്മിയം ബോണ്ടുകളും ബ്രേക്ക് ചെയ്ത് OH ബോണ്ടുകളായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? സി ദ സൈക്ലോഹെക്സൈൻ റിംഗ് ഹിയർ, ദെൻ വി ഹാവ് OH ഹിയർ, OH, ആൻഡ് ഹിയർ ആൾസോ വി ഹാവ് OH. ഓക്കെ, OH ആൻഡ് OH. ദെൻ ഹൈഡ്രജൻസ് വിൽ ബി ഇൻ ദ ബാക്ക് സൈഡ്. ഇവിടെ ആയിരിക്കും ഹൈഡ്രജൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും സിസ് 1,2 സൈക്ലോഹെക്സൈൻ ഡയോൾ ആണ് കിട്ടിയിരിക്കുന്നത്. സിസ് 1,2 സൈക്ലോഹെക്സൈൻ ഡയോൾ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതും സിസ് ആണ്, അല്ലേ? അപ്പം ഇതും ഒരു സിസ് ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻ്റെ ഉദാഹരണമാണ്. ഹിയർ ദ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ് വിത്ത് OSO4, ഓസ്മിയം ടെട്രാ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഹൈഡ്രോക്സിലേഷൻ നടത്തുന്ന സമയത്ത് സോഡിയം ബൈസൾഫൈറ്റ് കൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. NaHSO3, സോഡിയം ബൈസൾഫൈറ്റ്. ഓക്കെ, അപ്പോൾ സോഡിയം ബൈസൾഫൈറ്റ് കൂടി ഈ റിയാക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സോഡിയം ബൈസൾഫൈറ്റ്. അപ്പം ഈ സോഡിയം ബൈസൾഫൈറ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ സൈക്ലിക് ആയിട്ടുള്ള ഓസ്മേറ്റ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവാണ്. ഓക്കെ, അത്ര റിയാക്റ്റീവ് അല്ല. അപ്പം ഈ ഇവിടുത്തെ ഓക്സിജൻ ഓസ്മിയം ബോണ്ട് ക്ലീവ് ചെയ്യുന്നതിന് സഹായിക്കാൻ വേണ്ടിയാണ് സോഡിയം ബൈസൾഫേറ്റ് കൂടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ സിസ് ഹൈഡ്രോക്സിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിസ് ഹൈഡ്രോക്സിലേഷൻ ഗീവ്സ് better yields when OSO4 is used. ഓസ്മിയം ടെട്രോക്സൈഡ് യൂസ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് KMnO4-നേക്കാൾ ബെറ്റർ ഈൽഡ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്മിയം ടെട്രോക്സൈഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ദിസ് ഇസ് ടോക്സിക്. OSO4 ഈസ് ടോക്സിക്. ഓക്കെ, ടോക്സിക് ആണ്. അപ്പോൾ ടോക്സിക് ആയതുകൊണ്ട് ഇതിൻ്റെ യൂസ് അത്ര റെക്കമെൻഡഡ് അല്ല. പക്ഷേ നമുക്ക് ലബോറട്ടറി സ്കെയിലൊക്കെയാണ് സിന്തസിസ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ OSO4 ഉപയോഗിക്കാം.
പക്ഷേ ലാർജ് സ്കെയിൽ സിന്തസിസ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും OSO4 ഉപയോഗിക്കത്തില്ല. കാരണം ലാർജ് സ്കെയിലിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കോസ് ലോട്ട് ഓഫ് ഹസാർഡ്സ് അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിലിലെ സിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും KMnO4 ആണ് യൂസ് ചെയ്യുന്നത്, OSMio-O4 അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ OSMio-O4 ഈസ് യൂസ്ഡ് ഓൺലി ഫോർ സ്മോൾ സ്കെയിൽ ലബോറട്ടറി സിന്തസിസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ OSMio-O4ൻ്റെ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്, ഇത് ബെറ്റർ ഈൽഡ് തരുന്നത് ഇതാണ് എന്നറിയുകയും ചെയ്യാം. എന്നാൽ ഇത് ടോക്സിക്കുമാണ്, ഇത് ലാർജ് സ്കെയിലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നവുമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഒരു പക്ഷേ ഓസ്മിയം ഓക്സൈഡുകൾ യൂസ് ചെയ്യുന്ന ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ റിയാക്ഷൻ നടത്താൻ ഒക്കുമോ? ക്യാൻ യു ഡെവലപ്പ് സം ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് which contains osmium oxide moieties so that this reaction can be catalytically carried out. നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മളിന്ന് പഠിച്ചത് ഹൈഡ്രോക്സിലേഷൻ ഓഫ് ആൽക്കീൻ അഥവാ സിസ് ഹൈഡ്രോക്സിലേഷൻ ആണ്. എന്താണ് ഹൈഡ്രോക്സിലേഷൻ ഓഫ് ആൽക്കീൻ? കാർബൺ കാർബൺ ഡബിൾ, ഒരു ആൽക്കീനിലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് OH ഗ്രൂപ്പുകളെ ആഡ് ചെയ്യുന്നു അല്ലേ. എക്സാമ്പിൾ എസ്പെഷ്യലി വെൻ വി ആർ യൂസിങ് എ സൈക്ലിക് ആൽക്കീൻ, ഓക്കെ, വി വിൽ ഗെറ്റ് സിസ് പ്രൊഡക്റ്റ് ഓർ സിസ് 1,2 ഡയോൾ. അപ്പം സിസ് ഹൈഡ്രോക്സിലേഷൻ നമുക്ക് തന്നെ വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് KMnO4ഉം OSO4ഉമാണ് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7ഉം ഓസ്മിയത്തിൻ്റേത് +8ഉമാണ്. അതിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ അട്രാക്ട് ദ പൈ ഇലക്ട്രോൺസ് ഓഫ് ദ ആൽക്കീൻ ടുവേർഡ്സ് ഇറ്റ്സ് സൈറ്റ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്ലോപെൻറ്റീനിൽ MnO4- കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിൻ അഡിഷൻ നടന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് കിട്ടും. ഈ സൈക്ലിക് ഇൻ്റർമീഡിയറ്റിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് സിസ് 1,2 ഡയോൾ നമുക്ക് കിട്ടും. ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ഓസ്മിയൻ ടെട്രാഓക്സൈഡിൻ്റെ പ്രസൻസിൽ വേണമെങ്കിൽ നടത്താം. ഓസ്മിയൻ ടെട്രാഓക്സൈഡിൻ്റെ പ്രസൻസും ഇതുപോലെ തന്നെയാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഒരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് കിട്ടുന്നു, അതിനെ ഹൈഡ്രോളിസിസ് നടത്തി സിസ് 1,2 ഡയോളാക്കി മാറ്റുന്നു. ഇവിടെ സോഡിയം ബൈസൾഫേറ്റ് കൂടി ഉപയോഗിക്കാറുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ലെസ് റിയാക്ടിവിറ്റി ഓഫ് ദ സൈക്ലിക് ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, അപ്പോൾ ഓസ്മിയൻ ടെട്രാഓക്സൈഡ് ടോക്സിക് മെറ്റീരിയലാണ്. ദെർഫോർ ഇറ്റ്സ് യൂസ് ഈസ് നോട്ട് റെക്കമെൻഡഡ് അറ്റ് ലാർജ് സ്കെയിൽ. ഇൻ ലാർജ് സ്കെയിൽ ഓൺലി KMnO4 ഈസ് യൂസ്ഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.